അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സെമിനാറുകളുമായി സർക്കാർ ആദ്യം ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കും. വിഷൻ 2031 ഭാഗമായാണ് സെമിനാറുകൾ. വിഷൻ 2031 എന്ന പേരിൽ വികസനം ലക്ഷ്യമിട്ടാണ് സംഗമവും സെമിനാറുകളും സംഘടിപ്പിക്കുന്നതെന്നാണ് സർക്കാർ അവകാശവാദം. ന്യൂനപക്ഷ സംഗമം അടുത്ത മാസം ഫോർട്ട് കൊച്ചിയിൽ നടക്കും. ഇതിന്റെ സംഘാടക സമിതി രൂപീകരിച്ചതായി ന്യൂനപക്ഷക്ഷേമ വകുപ്പ് പറയുന്നു. സംഗമത്തിൽ മുസ്ലിം, ക്രിസ്തീയ, ജൈന, ബുദ്ധ മതങ്ങളിൽ നിന്നുള്ളവരെ പങ്കെടുപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. ഇതിന് തുടർച്ചയായിട്ടാണ് മറ്റു വിഷയങ്ങളെ അധികരിച്ചുള്ള 33 സെമിനാറുകൾ കൂടി സംഘടിപ്പിക്കുന്നത്. സംഗമത്തിലും സെമിനാറുകളിലും ഉയർന്നുവരുന്ന വിഷയങ്ങൾ മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ ചർച്ച ചെയ്യും. അതേസമയം സെമിനാറുകളും സംഗമവും സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. സർക്കാർ ഇത് 10ാം വർഷമായപ്പോൾ പാനിക്കായിരിക്കുക. തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി തുറച്ചു കാണും. 100-ലധികം സീറ്റോട് കൂടി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഇതുവരെ 10 കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ, 9 കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അയ്യപ്പനോടുള്ള ഭക്തി അപ്പൊ നോക്കിയപ്പോൾ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും. എന്നാൽ ന്യൂനപക്ഷങ്ങള് അവർക്ക് വേണ്ടിയിട്ട് വേറെ സംഗമം. ഇതെന്താ ഇതെന്ത് പാർട്ടിയാണ്, എന്ത് സർക്കാരാണിത്? അതാ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയും ഒക്കെ സംഗമം നടത്തും. എന്റെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷ സംഗമം, അയ്യപ്പ സംഗമം. ഇങ്ങനെ തമാശയാക്കല്ലേ. ഭരണം എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള സംഭവമാണ്. അവസാനം പിണറായി വിജയനും കൂട്ടരും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പൊ തന്നെ ആയി പരിഹാസപാത്രമാവും. അയ്യപ്പ സംഗമത്തിനെതിരെ BJP നേരത്തെ രംഗത്തെത്തിയിരുന്നു. ബദൽ സംഗമം സംഘടിപ്പിക്കാനാണ് BJPയുടെയും ചില ഹൈന്ദവ സംഘടനകളുടെയും നീക്കം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.